നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയങ്കെ, രാധയ്ക്കും കൂടി പ്രസാദം ഇട്ടുകൊടുക്കും. അല്ല, ഇത് വരുണിന് വേണ്ടി കഴിച്ച പൂജയുടെ പ്രസാദം അല്ലേ? അതിനെന്താ? ഓരോ തവണ കഴിയുന്തോറും സപ്താഹത്തിന് ആള് കൂടിക്കൊണ്ടിരിക്കുക. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ. ആയുസിനെ കുറിച്ച് ആർക്കും വലിയ നിശ്ചയമൊന്നുമില്ല. ഉള്ളിലാണെങ്കിൽ പേടിയുണ്ട്. അപ്പൊ പിന്നെ എവിടെയാ പോകാനുള്ളത്? ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും സപ്താഹ ചടങ്ങുണ്ടോ അമ്മേ? ഉണ്ട്. തൈപ്പറമ്പിലെ അമ്പലത്തിൽ അടുത്ത മാസം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എന്തേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നന്നായിട്ട് തൊഴാൻ പറ്റിയോ അമ്മേ? എല്ലാം നന്നായിട്ട് നടന്നു. എല്ലാവരുടെ പേരിലും പ്രത്യേകം പ്രത്യേകം വഴിപാടുകളും കഴിച്ചു. വരുൺ എവിടെ മോളെ? വരുൺ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അതെ, ഈ പ്രസാദം അവന്റെ നെറ്റിയിൽ അണിയിച്ചു കൊടുക്കണം. അവനു വേണ്ടി നടത്തിയ വഴിപാടിന്റെ. ഓ, അതെന്താ ഞാൻ കൊടുക്കില്ലേ? പ്രിയങ്ക മോൾ ഇട്ടുകൊടുത്തോട്ടെ അമ്മേ. ഭർത്താവിനെ ഭാര്യ കുറി അണിയിക്കുന്നതാണല്ലോ അതിന്റെ ഒരു രീതി. അത് സത്യമല്ലേ അമ്മേ? ഇദ്ദേഹം ഒരു കുറിയെടുത്ത് നെറ്റിയിലിടുന്നത് അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഒന്നുകിലും അമ്മ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കണം. അതും ഒരു മനസ്സുഖാണെന്ന് കൂട്ടിക്കോ. മോൾ അതുകൊണ്ടുപോയി ഇട്ടുകൊടുക്ക്. പത്മിനി, ഒരു ചായ എടുക്ക്. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. ശരി. വരുണിന്റെ കാര്യത്തില് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരുമേനി പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഞാനത് കേട്ടു. പരിഹാരക്രിയ എന്തെങ്കിലും ചെയ്യണോന്ന് ചോദിച്ചപ്പോ തൽക്കാലം അതിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളൂന്നല്ലേ? അവനെ കുറിച്ച് കുറച്ച് പരാതിയെങ്കിലും നിന്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുറച്ചൊന്നുമല്ല. കറക്കം നിർത്തി അവൻ കൂടെ നിൽക്കാന്ന് തീരുമാനിച്ചത് തന്നെ ഒരു അനുഗ്രഹമായിട്ടാ ഞാൻ കാണുന്നത്. പിന്നെ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങള് വളരെ ഭംഗിയായിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്താ, നമ്മുടെ പ്രാർത്ഥന അവനെ രക്ഷിച്ചോളും. മുത്തശ്ശി പോയി കണ്ട ആള് നിസ്സാരക്കാരനല്ല. ഞാൻ കൊടുത്ത പ്രസാദം നെറ്റിയിൽ അണിയാൻ വരുൺ സമ്മതിക്കാതിരുന്നപ്പോ അതിനുള്ള മാർഗം തനിയെ മുമ്പിൽ വന്നത് കണ്ടോ? എന്റെ മുത്തശ്ശി കൊടുത്തയച്ച കുങ്കുമല്ലേ തൊടാതിരിക്കുക? അച്ഛനും അമ്മയും പോയി പ്രാർത്ഥിച്ചു കൊണ്ടുവന്നത് തൊടാതിരിക്കില്ലല്ലോ. എനിക്കെന്തായാലും കാര്യം നടന്നാ മതി. ആ പ്രസാദം വരുണിന് കൊടുത്തോ മോളെ? കൊടുത്തു. പക്ഷെ വരുണിത് നെറ്റിയിലിട്ടില്ല. അതെന്താ? എനിക്കറിയില്ല അമ്മേ. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, അതിലൂടെയുള്ള നേട്ടം വേണ്ട എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താ പറയാ? അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ പോയി പ്രത്യേക വഴിപാടുകൾ കഴിച്ചുകൊണ്ടുവന്ന പ്രസാദം അല്ലേ? അത് നിഷേധിക്കാന്നൊക്കെ പറഞ്ഞ അതെന്താണെന്നൊന്ന് അറിയണമല്ലോ. വരുൺ, അതിനിപ്പോ ചോദ്യം പറച്ചിലൊന്നും വേണ്ട. അങ്ങനെയല്ല അമ്മേ.
ചെറിയ കാര്യങ്ങൾ അപ്പപ്പ ചോദിച്ച് പരിഹരിക്കുന്നതാ നല്ലത്. എന്താ പ്രിയങ്ക മോള് പ്രസാദം തന്നിട്ട് നീ എന്താ വാങ്ങിക്കാതിരുന്നത്? എന്താടാ ഇത്രയ്ക്ക് നിഷേധം കാണിക്കുന്നത്? അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊന്നും വേണ്ട. എന്ന് നീയാണോ പറയുന്നേ? മുതിർന്നവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതേ അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ. അത് തിരിച്ചറിയാതെ ഓരോന്നൊക്കെ പറയും. ക്ഷേത്രത്തിലെ പ്രസാദമല്ലേ, കുഴപ്പമില്ല. മോളെ പ്രിയങ്കെ, അതവന്റെ നെറ്റിയിലിട്ട് കൊടുക്ക. ആ മോള് മ്യൂസിക് സ്കൂളിലേക്കാണോ? ആ അതെ അച്ഛാ. ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ മോളെ. പ്രിയങ്കെ, രാധയ്ക്കും കൂടി പ്രസാദം ഇട്ട് കൊടുക്കും. അല്ല, ഇത് വരുണിന് വേണ്ടി കഴിച്ച പൂജയുടെ പ്രസാദം അല്ലേ? അതിനെന്താ, ഒരാൾക്ക് വേണ്ടി വഴിപാട് കഴിച്ചാൽ കിട്ടുന്ന പ്രസാദം എല്ലാവരും കൂടിയല്ലേ അണിയാറ്. അങ്ങനെ വല്ല നിയമമുണ്ടോ രാധിക മോളെ? പൂജയുടെയും പ്രസാദത്തിന്റെയും കാര്യങ്ങളൊക്കെ മോൾക്കല്ലേ നന്നായിട്ട് അറിയാവുന്നേ. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല അമ്മേ. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായാൽ തന്നെ കുഴപ്പമൊന്നുമില്ല. രാധിക മോൾക്കും ചാർത്തി കൊടുക്കൂ. എന്റെ നെറ്റിയിൽ പ്രസാദം ചാർത്താനുള്ള താല്പര്യം എന്താ? സ്വന്തം ചേച്ചിയുടെ കാര്യത്തിൽ ഇല്ലാത്തത്. ഇതൊക്കെ കാണുമ്പോഴാ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകുന്നേ. ഇനിയിപ്പോ അത് വലിയ സംഭവമാക്കാൻ പോവാണോ? അങ്ങോട്ട് ഇട്ടു കൊടുക്കൂ കുട്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.